കൊല്ലം DCC വർഷങ്ങളായി മാഫിയ സംഘത്തിന്റെ കൈപ്പിടിയിലെന്ന് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് ഭാരവാഹികളെയും സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കുന്നത് പണം വാങ്ങിയെന്നും അഭിഭാഷകനായ ഉളിയക്കോവിൽ രാജേഷും സി ഷാനവാസ് ബാബുവും ആരോപിച്ചു. ഇരുവരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. അത് ഈ കൊല്ലം DCC കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു മാഫിയ സംഘത്തിന്റെ കൈപ്പിടിയിലാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ സംഘമാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിച്ചു എന്ന് AICCയും KPCCയും പറയുന്നതിൽ തന്നെയും കൊല്ലത്തെ കോൺഗ്രസിലെ ചില വ്യക്തികളടങ്ങുന്ന ഒരു കോക്കസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കൊല്ലത്തെ കോൺഗ്രസിൽ ചില വ്യക്തികളടങ്ങുന്ന കോക്കസ് ഡിവിഷൻ, പഞ്ചായത്ത്, വാർഡ് കമ്മിറ്റികൾ പലയിടത്തും ചേരാതെ പണം വാങ്ങി പലയിടത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികളെ പോലും പണം വാങ്ങി വീതം വെക്കുന്നു. തെളിവ് തങ്ങളുടെ പക്കലുണ്ട്. അനീതി ചോദ്യം ചെയ്തവരെ നോട്ടീസ് നൽകാതെ, വിശദീകരണം ചോദിക്കാതെ പുറത്താക്കുന്നു. മുൻ DCC വനിതാ അധ്യക്ഷ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് കോക്കസ് പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. ഇതേ വനിത മുമ്പ് DCC പ്രസിഡന്റ് ആയതിനു ശേഷം കൊല്ലം DCC മന്ദിരം മോടി പിടിപ്പിക്കുന്നതിന്റെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ മുതലാളിമാരിൽ നിന്ന് പിരിച്ചു. വ്യക്തമായ വരവ് ചെലവ് കണക്ക് ഇതുവരെയും DCCയുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയിട്ടില്ലെന്നും സി ഷാനവാസ് ബാബു ആരോപിച്ചു. ഈ ബിന്ദു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ DCC പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ കടവൂർ ശിവദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അയാളുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് 2 ഇരട്ട പിള്ളേരുണ്ട്. അതിലൊരാളെ പിടിച്ച് അവർ കോടികൾ സമ്പാദിച്ചു. അതിനകത്ത് കടവൂർ ശിവദാസൻ സമ്പാദിച്ചെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ പണ്ട് ജില്ലാ സമ്മേളനം നടത്തിയിട്ട് ബാലൻസ് വന്ന തുക കണക്ക് അവതരിപ്പിച്ച DC പ്രസിഡന്റായിരുന്നു. ഒരു കോൺഗ്രസ് നേതാക്കളും അങ്ങനെ ചെയ്തിട്ടില്ല. അത്ര കഴിയുമ്പോഴേക്കുന്ന ഒരു അങ്ങനെയുടെ കീഴിൽ നിന്ന് കോടികൾ സമ്പാദിച്ചിട്ട് ആ ഒരു പയ്യനെ പിടിച്ചാണ് ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. കൊല്ലം ജില്ലയിലെ ഈ കോക്കസിനെ നിയന്ത്രിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടതിനാൽ തങ്ങൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്നും ഇരുവരും വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊല്ലം.